അപ്പൊ നമ്മൾ പളനി പോയതിന്റെ രണ്ടാമത്തെ ദിവസമാണിത്. രാവിലെ തന്നെ നമ്മൾ നേരെ പോയത് ഇടുമൻ കോവിലോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പടി കയറി മോളിൽ ചെന്ന് തൊഴുത് ഭസ്മം വാങ്ങി ഇറങ്ങി. എന്നിട്ട് ജയ്സൂരമോൻ ആ ഭസ്മം എന്റെ നെറ്റിയിലും ഇട്ടു, പിന്നെ അവന്റെ നെറ്റിയിലും ഇട്ടു. ഇടുമൻ കോവിലിൽ നിന്നാൽ പളനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ കല്ലുകൾ എന്തിനാണ് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത്. നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് കല്ലുകൾ പറക്കി അടുക്കി വെച്ചാൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അത് കേട്ടതും ജയ്സൂരമോനും പോയി 2 കല്ലുകൾ പറക്കി അടുക്കി വെച്ചു. പിന്നെ നമ്മൾ പോയത് പളനിയിൽ തന്നെയുള്ള ശരവണ പൊയ്കയിലോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും തൊഴുതിറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ ഈ മയിലിനെ വരയ്ക്കുന്നത് കണ്ടത്. വരച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടവർ താഴെ ഒരു റെഡ് ലവ് കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ പളനിയോട് ബൈ ബൈയും പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിട്ട് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി മസാല ദോശയും കഴിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മസാല ദോശ എന്തോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഒരു മസാല ദോശ ഫുള്ള് കഴിച്ച് തീർക്കത്തില്ലെന്ന് മനസ്സിലാക്കി ഞാനും ജയ്സൂരും മോനും ഹാഫ് വെച്ചാക്കിയതാണ് നിങ്ങളാ കണ്ടത്. അങ്ങനെ മസാല ദോശയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് തേനിയിലെ മുന്തിരിത്തോട്ടത്തിലോട്ടായിരുന്നു. മുന്തിരിത്തോട്ടം കാണാൻ വന്നത്, പക്ഷേ പിന്നെ അവിടുന്ന് നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസും കുടിച്ച് ഒരു ബോക്സ് മുന്തിരി വാങ്ങിച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഈ ചെറുത് പളനിക്ക് വന്നതേ ഉറങ്ങാനാണെന്ന് തോന്നുന്നു. വന്നപ്പോ തൊട്ട് വെങ്കടുന്ന ഉറക്കമാണ്. അങ്ങനെ തേനി കമ്പം വഴി കുമളി വന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചത്. ചോറും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് പരുന്തുംപാറ വ്യൂ പോയിന്റിലോട്ടായിരുന്നു. അവിടുന്ന് നമ്മൾ പിന്നെ ഈ ഫോട്ടോയും എടുത്ത് 2 ഐസ്ക്രീമും വാങ്ങിച്ച ആ ഐസ്ക്രീം അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു. അങ്ങനെ പരുന്തുംപാറയോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നേരെ വീട്ടിലോട്ട് വിട്ട്. പളനി വരെ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഭദ്രമായി വീട്ടിൽ കൊണ്ടുവിട്ട ശിബുചേട്ടന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇത്രയുള്ള അപ്പോൾ നമ്മുടെ പളനി വിശേഷങ്ങൾ. ബാക്കി വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.